എന്തായാലും ഗീതാ ഗോവിന്ദം ഒരു കിടിലൻ പ്രമോ തന്നെയാണെന്നുണ്ട്. നമ്മൾ കുറെ നാളായി ആഗ്രഹിക്കുന്ന നമ്മുടെ രാധികാമ്മയുടെ ഒരു കള്ളത്തരം ഗോവിന്ദ് അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നുള്ളൊരു രീതിയായിട്ട്. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ഇത്തവണ നമ്മുടെ മനസ്സിലായി നമ്മുടെ രാധികാമ്മയ്ക്ക് എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ടെന്നും ആ ഒരു മനസ്സിൽ വെച്ച് തന്നെ നമ്മുടെ രാധികാമ്മയോട് ആ ഒരു ചെറിയ കലിപ്പിൽ തന്നെയാണ് നമ്മുടെ ഗോവിന്ദ് സംസാരിക്കുന്നതെല്ലാം ആദ്യം തന്നെ നമ്മുടെ പ്രമോയിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഗീതുവിൻ്റെ അടുത്ത് നമ്മുടെ രാധികാമ്മ വന്ന് മെക്കിട്ട് കയറുന്നുണ്ട്. നീ എന്താ പറയുക, അറക്കൽ കുടുംബത്തിൻ്റെ മുഖ്യ ശത്രുവാണ് നീ, അമ്മയുടെ പാലിൽ വിഷം ചേർത്ത് നീ കുഞ്ഞിന് കൊടുക്കൂലെന്ന് ആര് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗീതുവിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മോശം വാക്കുകൾ കൊണ്ട് ഇങ്ങനെ കുറേ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗീതു നമ്മുടെ പ്രമോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ഗീതു മിണ്ടാതിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഗീതു തക്ക മറുപടി നമ്മൾ കൊടുക്കുന്നുണ്ടാകും. അത് നമുക്ക് എപ്പിസോഡിൽ വരുമ്പോൾ കാണാൻ സാധിക്കും കേട്ടോ. അതിനുശേഷം നമ്മുടെ അയ്യപ്പേട്ടൻ ഇങ്ങനെ നമ്മുടെ ഗോവിന്ദിൻ്റെ അടുത്ത് പറയുന്നൊരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാധവേട്ടനുള്ളതിനേലും കുഞ്ഞിനൊരു ഭാഗ്യമുള്ളത് എന്തിനും ഒരു ബുദ്ധി കൊണ്ടും ആ ഒരു സ്നേഹം കൊണ്ടും കീഴ്പ്പെടുത്തുന്ന ഒരു ഭാര്യ കുഞ്ഞിനുള്ളതാണ് മാധവേട്ടനേക്കാളും മോന് ഉള്ളൊരു യോഗ്യത എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക ഗോവിന്ദ് പറയുന്നുണ്ട് കേട്ടോ, അച്ഛൻ്റെ കൂടെ ഉണ്ടായത് വെറും ചതിയെത്തിയായിരുന്നല്ലോ, പിശാചായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട് അങ്ങനെയായിരിക്കും പലരുടെയും ധാരണ, പക്ഷേ കയ്യിലുണ്ടായിരുന്നത് ഒരു മാണിക്യമാണെന്ന് അറിയാതെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു മാധവേട്ടന് എന്നൊരു ഡയലോഗ് മാത്രം പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ഞെട്ടി നോക്കുക കേട്ടോ. അപ്പം നമ്മുടെ അമ്മ എന്താ പറയുക അമ്മയുടെ ഭാഗത്താണോ ശരി എന്നുള്ളൊരു രീതിയിൽ അവർ ഞെട്ടി നിൽക്കുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശേഷം നമ്മുടെ രാധികാമ്മ നമ്മുടെ ഗോവിന്ദിൻ്റെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്, നീ എന്തിനാ ഗീതുവിനെ പിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്, അവള് നമ്മുടെ ശത്രു കുടുംബത്തിൻ്റെ ഒരു പെട്ട ഒരാളല്ലേ, അവളെ പിന്നെ നീ എന്തിനാണ്, അവളുടെ അഹങ്കാരം കാണുമ്പോൾ എനിക്ക് ഒരെണ്ണം പിടിച്ച് കൊടുക്കാൻ തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, ഞാനിവിടെ പലരുടെ നാടകം കണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായല്ലോ, ഇനി കുറച്ച് നാൾ നിങ്ങളും കൂടി കാണുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാധികാമ്മയോട് ആ ഒരു ബഹുമാനവും പഴയ ഇഷ്ടവും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മുടെ ഗോവിന്ദ് സംസാരിക്കുന്നത്. ഗോവിന്ദിന് മനസ്സിലായി നമ്മുടെ രാധികാമ്മയ്ക്ക് എന്തൊക്കെയോ ഒരു എന്താ പറയുക ഒരു നിഗൂഢതകൾ ഉണ്ടെന്നുള്ളൊരു കാര്യം. അപ്പം നമ്മുടെ ഗോവിന്ദ് അതും മനസ്സിൽ വെച്ച് തന്നെയാണ് ഇപ്പം നമ്മുടെ രാധികാമ്മയോട് പെരുമാറുന്നതും ഇഷ്ടമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തുറന്നെടുത്തത് ഗോവിന്ദ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മൾ ആഗ്രഹിച്ച ആ ഒരു നിമിഷങ്ങളിലേക്കാണ് നമ്മുടെ ഗോവിന്ദിൻ്റെയും ഗീതുവിൻ്റെയും ജീവിതം. ആ ഒരു പ്രിയമോളും കൂടി ആ ഒരു പഴയ രീതിയിലായാൽ പിന്നെ നമ്മുടെ ഗീതാ ഗോവിന്ദം കിക്കിടിലൻ തന്നെ ആകും അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും ഗുഡ് ബൈ.